ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അബാക്കസിനെ കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചുമാണ്. അപ്പോൾ നമ്മൾ ഈ ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബാക്കസ് ടൂൾ. അപ്പോൾ അതിന് കുറച്ച് പാർട്സുകളുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഞാൻ ഈ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഏരിയക്ക് നമ്മൾ ഫ്രെയിം എന്നാണ് പറയാം. ഇതാണ് അബാക്കസിൻ്റെ ഫ്രെയിം. നമ്മൾ കുട്ടികളെ കൊണ്ട് ഏത് പാർട്സ് പഠിപ്പിക്കുകയാണെങ്കിലും അതിങ്ങനെ സെൻസ് ചെയ്യിപ്പിക്കണം, ഇങ്ങനെ ടച്ച് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. അബാക്കസിൻ്റെ സെൻട്രലിലൂടെ പോകുന്ന ഈ ബാറിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻട്രൽ ബാർ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് സെൻട്രൽ ബാർ. അതിനുശേഷം ഈ സെൻട്രൽ ബാറിന് മുകളിൽ കാണുന്ന ബീഡ്സിനെ അഥവാ മുത്തുകളെ നമുക്ക് അപ്പർ ബീഡ്സ് എന്ന് വിളിക്കാം. സെൻട്രൽ ബാറിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ബീഡ്സിനെ നമുക്ക് ലോവർ ബീഡ്സ് എന്നാണ് വിളിക്കുക. സെൻട്രൽ ബാറിൻ്റെ മുകൾ വശത്ത് കാണുന്ന ഈ ബീഡ്സിനെ അപ്പർ ബീഡ്സ് എന്ന്. ദെൻ ഇനി അബാക്കസിൻ്റെ ഈ സെൻട്രൽ ബാറിലായി നമ്മൾ ഈ കാണുന്ന ഈ പോയിന്റുകളെ, ഈ വൈറ്റ് ഡോട്ടുകളെ നമ്മൾ കാൽക്കുലേഷൻ പോയിന്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത്രയാണ് അബാക്കസിൻ്റെ പാർട്സ്: ഫ്രെയിം, സെൻട്രൽ ബാർ, അപ്പർ ബീഡ്സ്, ലോവർ ബീഡ്സ്, കാൽക്കുലേഷൻ പോയിന്റ്. ദെൻ ഈ മുത്തുകൾ കോർത്തു വെച്ചിട്ടുള്ള ഈ കമ്പുകളെ നമ്മൾ റോഡ് എന്നാണ് വിളിക്കുക. ഇതാണ് നമ്മുടെ പാർട്സ് ഓഫ് അബാക്കസ്. നമ്മളിപ്പോൾ അബാക്കസിൻ്റെ പാർട്സുകളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അബാക്കസിൽ എങ്ങനെയാണ് ഒരു ഫിംഗർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായി ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ മാത്തമാറ്റിക്സിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് 0-ൽ നിന്നാണ്. അപ്പോൾ അബാക്കസിൽ നമുക്ക് 0 സെറ്റ് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് നിർബന്ധമായി നമ്മളെ കയ്യിൽ ഒരു പെൻസിലോ ഒരു പേനയോ ഉണ്ടായിരിക്കണം. ആ പേന നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഒരു പേന വെക്കുന്നു, 1 2 3 ഫോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ ഈ 2 ഫിംഗേഴ്സ് മാത്രം, അതായത് ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും, റൈറ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും മാത്രം ഫ്രീ ആക്കി ഇടുന്നു. ദെൻ നമ്മൾ അബാക്കസിനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഫ്രീ ആക്കി ഇടുന്നു. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സെൻട്രൽ ബാറിൽ ബീഡ്സ് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ അതിന് വാല്യൂ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 0 സെറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ബാറിലെ ഈ ടച്ച് ചെയ്ത് നിൽക്കുന്ന ബീഡ്സിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ രീതിയിൽ ഇങ്ങനെ ഒരു വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് ഒരു ലൈൻ വരക്കലാണ്. ഒന്നുകൂടി ചെയ്ത് കാണിക്കാം, നോക്കൂ. ബീഡ്സ് ഒന്നും തട്ടി നിൽക്കുന്നില്ല, സെൻട്രൽ ബാറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല. ഈ പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറ്റ് 0. അപ്പൊ 0 സെറ്റ് ചെയ്യാൻ പറയലാണ് ആദ്യത്തെ പരിപാടി. നമ്മുടെ അബാക്കസിലെ കുട്ടികൾ ആദ്യം ഫിംഗർ എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യിക്കേണ്ടത് അവരെ കൊണ്ട് പെൻസിൽ പിടിപ്പിക്കുക, അബാക്കസ് പ്രോപ്പറായി പിടിക്കാനായി പഠിപ്പിക്കുക. ദെൻ സെറ്റ് 0. ഇങ്ങനെ ഈ സെൻട്രൽ ബാറിൽ ടച്ച് ചെയ്ത ബീഡ്സിനെ നമ്മൾ ടച്ച് ചെയ്യാതാക്കുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് 0 സെറ്റ് ചെയ്യുക അഥവാ സെറ്റ് 0. ക്ലിയർ? സോ നമ്മൾ സെറ്റ് 0 ചെയ്യുന്നു. ഇനി നമുക്ക് അബാക്കസിൽ എങ്ങനെയാണ് ഒരു നമ്പേഴ്സിനെ, ഡിജിറ്റിനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായി നമ്മൾ ആദ്യമായി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് 0 ചെയ്യുന്നു. ദെൻ നമ്മൾ തം ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ബീഡിനെ മാത്രം മുകളിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുന്ന, സെൻട്രൽ ബാറിൽ ടച്ച് ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ 1 എന്നാണ് പറയാം. ഒരു മുത്ത് മാത്രം മുകളിലേക്ക് ആക്കുന്നു. 1 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 1. ഇനി നമ്മൾ എടുത്തു വെച്ച മുത്തിനെ, ബീഡിനെ നമ്മൾ താഴേക്ക് ആക്കുന്നത് ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ്. ഇതിനെ +1 എന്നാണ് പറയാം. സോ ദിസ് ഈസ് +1 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 +1. ഈ 2 ഫിംഗറിനെ നമ്മൾ മുകളിലേക്ക് ആക്കുന്നു, തം ഫിംഗർ യൂസ് ചെയ്തിട്ട് 2 2 2 2 2 2 2 2. നമ്മൾ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇതിനെ ലെസ് ചെയ്യുന്നു. +2 +2 +2 +2 +2 +2 +2 +2 +2. ഓക്കെ, ഇങ്ങനെ +2 ചെയ്യാം. ദെൻ ഇനി തം ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 3 ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഫിംഗർ തമ്പാണ്, ലെസ് ചെയ്യാനുള്ള ഫിംഗർ ഇൻഡെക്സ് ആണ്. ആഡ് ചെയ്യാൻ തമ്പ്, ലെസ് ചെയ്യാൻ ഇൻഡെക്സ്. അപ്പോൾ തം ഫിംഗർ യൂസ് ചെയ്ത് നമ്മൾ 3 സെറ്റ് ചെയ്യുന്നു. 3 3 3 3 3 3. ഇതുപോലെ എല്ലാ റോഡിലും നമ്മൾ 3 സെറ്റ് ചെയ്യുന്നു. ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്യുന്നു, +3 +3 +3 ചെയ്യുന്നു. Then thumb finger use ചെയ്തിട്ട് 4 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 ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലെസ് 4 ലെസ് 4 ലെസ് 4 ലെസ് 4 ലെസ് 4 ലെസ് 4 ഇങ്ങനെ ചെയ്യുന്നു. നമുക്കൊരു കാര്യം മനസ്സിലായി, ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് തമ്പാണ്, ലെസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ ആണ്. ദെൻ ഈ മുകളിൽ കാണുന്ന അപ്പർ ബീറ്റ്സിന്റെ വാല്യൂ 5 ആണ്. സോ നമ്മൾ അത് ആഡ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ്. 5 ആഡ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ്. സോ നോക്കൂ, 5 5 5 5 5 5 5 5 5 ഇതേ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെസ് ചെയ്യുന്നത്. ലെസ് 5 ലെസ് 5 ലെസ് 5 മുകളിലേക്ക് ആക്കുന്നു. ദെൻ നമ്മൾ 6ലേക്ക് പോവുകയാണെങ്കിൽ 5 പ്ലസ് 1 ആണ് 6. 5ന്റെ ഫിംഗർ ഇൻഡെക്സ് ആണ്, 1ന്റെ ഫിംഗർ തമ്പാണ്. ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് 6 6 6 6 6 6 ഈ രീതിയിൽ നമുക്ക് 6 ചെയ്യാം. 5ഉം 1ഉം 6. ലെസ് 6 ചെയ്യുന്നതും അതേ ഫോർമാറ്റിൽ തന്നെയാണ്. ലെസ് 6 ലെസ് 6 ലെസ് 6 ലെസ് 6 ലെസ് 6 ലെസ് 6 ഈ രീതിയിലാണ് നമ്മൾ ലെസ് 6 ചെയ്യേണ്ടത്. 5 പ്ലസ് 2 ആണ് 7. 5ഉം 2ഉം 7 7 7 7 7 7 ലെസ് 7 ലെസ് 7. ഇതേപോലെ 8 5 പ്ലസ് 3 8 നമ്മൾ എടുക്കുന്നു. എല്ലാ റൂളിലും നമ്മൾ 8 എടുക്കുന്നു. അതേ കൂട്ട് നമ്മൾ ലെസ് 8. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. ദെൻ ഇതുപോലെ 9 9 9 എല്ലാ റൂളിലും നമ്മൾ 9 ചെയ്യുന്നു. അതേ ഫിംഗർ കൊണ്ട് തന്നെ ലെസ് 9. ഇതൊരു ഫിംഗർ എക്സസൈസ് ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാ റോഡിലും ചെയ്യുന്നത്. അല്ല എന്നെങ്കിൽ നമ്മൾ സെൻട്രൽ റോഡ്, അതായത് വൺസിന്റെ റോഡിലാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. 1 ലെസ് 1 2 ലെസ് 2 3 ലെസ് 3 4 ലെസ് 4 5 ലെസ് 5 6 ലെസ് 6 7 ലെസ് 7 8 ലെസ് 8 9 ലെസ് 9. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ 9 വരെ മനസ്സിലാക്കി പഠിപ്പിച്ച് ഫിംഗർ എക്സസൈസ് റെഡിയായ കുട്ടികളെ കൊണ്ട് മാത്രമേ നമ്മൾ ബുക്സ് ഓപ്പൺ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ 9 വരെ മനസ്സിലാക്കിയ ഒരു കുട്ടീനെ കൊണ്ട് നമ്മൾ ബുക്സ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നു. ആദ്യമായി നമ്മൾ കുട്ടീൻ്റെ പേര്, ദെൻ നമ്മൾ സ്ട്രക്ചർ ഓഫ് അബാക്കസ്, ഫ്രെയിം, സെൻട്രൽ ബാർ, കാൽക്കുലേഷൻ പോയിന്റ്, അപ്പർ ബീഡ്, ലോവർ ബീഡ്, റോഡ്സ്, ഇതെല്ലാം മനസ്സിലാക്കി. ദെൻ നമ്മൾ ഫസ്റ്റ് വർക്ക് തുടങ്ങുകയാണ്. ഈ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ഇതിൻ്റെ ബീഡ് വാല്യൂ എഴുതിപ്പിക്കലാണ് നമ്മൾ ആദ്യത്തെ പരിപാടി. അതിൽ ഇത് എത്ര ബീഡാണെന്ന് ചോദിക്കുക, കുട്ടീനെ കൊണ്ട് 1 എന്ന് എഴുതിപ്പിക്കാം. 3. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ 5 മുകളിൽ കാണുകയാണെങ്കിൽ 5ൽ നിന്നാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടത്. 5 6 7 8 5 6 ഒന്നുമില്ലെങ്കിൽ 0 5 6 7 8 5 1 2 3 4 1 2 3 4 5 6 7 8 9 ഈ രീതിയിൽ നമുക്ക് പുസ്തകം ചെയ്യിപ്പിക്കാം. പേജ് നമ്പർ 4 പേജ് നമ്പർ 5 ഇതുപോലെ ചെയ്യിപ്പിക്കണം. ദെൻ പേജ് നമ്പർ 6ൽ ബീഡ് വാല്യൂ ഡ്രോ ചെയ്യിപ്പിക്കലാണ്. ഇവിടെ 4 ആണ് കാണുന്നത്. സോ 1 2 3 4 ഈ രീതിയിൽ ഡ്രോ ചെയ്യിപ്പിക്കണം. ഇവിടെ 5 ആണ് കാണുന്നത്, മുകളിൽ ഒരു 5. ഇത് രണ്ടും നമ്മൾ എഴുതി കൊടുക്കണം. ബാക്കി ഇതുപോലെ നമ്മൾ ചെയ്യിപ്പിക്കാം. ദെൻ അഗെയിൻ പേജിലേക്ക് വരാം. ദെൻ ബീഡ് വാല്യൂ വരപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഡേ 1 കംപ്ലീറ്റഡ്. സോ നമ്മൾ അബാക്കസിൽ പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് ഈ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. 1 5 2. ഇത് അബാക്കസിൽ എങ്ങനെ ചെയ്യാം? ആഡ് ചെയ്യുന്ന ഫിംഗർ തമ്പാണ്. സോ 1നെ ആഡ് ചെയ്യുന്നു. സെൻട്രൽ റോഡിൽ വൺസിൻ്റെ റോഡിൽ നമ്മൾ 1നെ ആഡ് ചെയ്യുന്നു. ദെൻ മുകളിൽ നിന്നും 5 ഇൻഡെക്സ് ഫിംഗർ. ദെൻ ഈ 6ലേക്ക് 2 ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2. ആൻസർ ഈസ് 8. 8 എന്നുള്ളത് ഈ കോളത്തിൽ നമുക്ക് എഴുതാം. 2 കോളം കാണാം. മുകളിലെ കോളം തെറ്റായി കഴിഞ്ഞാൽ ശരിയാക്കി കറക്ഷൻ ചെയ്ത് കൊടുക്കാനുള്ള കോളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2 1 1. ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. ദാറ്റ് ഈസ് ആൻസർ ഈസ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
6, 2, 1. Answer is 9. Set 0. At the question 1, 3, 5. Answer is 9. Next question 7, 1, 1. Answer is 9. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ പഠിച്ച അബാക്കസിൽ 1 തൊട്ട് 100 വരെ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റ് 0 ചെയ്യുന്നു. ദെൻ വൺസിൻ്റെ റോഡിൽ നമ്മൾ തമ്പ് ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യുക. 1 ലെസ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗറാണ്, അറിയാം. പെൻസിൽ നമ്മളെപ്പോഴും കയ്യിൽ ഇങ്ങനെ പിടിക്കണം. ദെൻ ഈ 2 ഫിംഗർ, അതായത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഫ്രീ ആക്കിയിട്ടിട്ട് വേണം എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ. അബാക്കസ് ഇങ്ങനെ എപ്പോഴും പിടിക്കാൻ വേണം. 1 ലെസ് 1, 2 ലെസ് 2, 3 ലെസ് 3, 4 ലെസ് 4, 5 ലെസ് 5, 6 ലെസ് 6, 7 ലെസ് 7, 8 ലെസ് 8, 9 ലെസ് 9. ഈ രീതിയിലാണ് നമ്മൾ 9 വരെ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 9 വരെ നമ്മൾ പഠിച്ചു. ഇതാണ് 9. ഇനി നമ്മൾ 10ലേക്ക് പോവുകയാണ്. ഈ 10ലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അബാക്കസ് കുട്ടികളെ കൊണ്ട് എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത്. ഐ മീൻ അബാക്കസ് എങ്ങനെയാണ് ഫിംഗർ കൊണ്ട് പിടിപ്പിക്കേണ്ടത്. അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഫ്രീ ആക്കിയിട്ടിട്ട് ഈ ഓറഞ്ച് റോഡിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് നമ്മൾ ഹാൻഡ് പ്ലേസ് ചെയ്യിപ്പിക്കണം അബാക്കസിൽ. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനായി നമ്മൾ നമ്പർ സീരീസ് ചാർട്ട് വർക്ക് നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 1, 0 ആണ് 10. അതായത് നമ്മളെ വൺസിൻ്റെ റോഡിൽ 0യും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ടെൻസിൻ്റെ റോഡ്, ഇതിന് ടെൻസിൻ്റെ റോഡ് എന്ന് പറയാം. ഇതിലൊരു 1 എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കേണ്ട ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ ആണ്. ദാറ്റ് ഈസ് 1, 0. 1, 0 ആണ് 10 എന്ന് പറയുന്നത്. അതാണ് 10. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആയിരിക്കും? 20, 2, 0 ലെസ് 20, 30 ലെസ് 30, 40 ലെസ് 40. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് റോഡിനെ നമുക്ക് വൺസിൻ്റെ റോഡ് എന്ന് വിളിക്കാം. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള റോഡിൽ നമ്മൾ ടെൻസിൻ്റെ റോഡ് എന്നാണ് വിളിക്കാം. അപ്പോൾ നമ്മൾ 11 എങ്ങനെ ഉണ്ടാകുന്നത്? 11 എന്ന് പറഞ്ഞാൽ 11, 1, ടെൻസിൻ്റെ റോഡിൽ 1, വൺസിൻ്റെ റോഡിൽ 1. ടെൻസിൻ്റെ റോഡിൽ നമ്മൾ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിംഗർ ഇൻഡെക്സ് ആണ്. 10, വൺസിൻ്റെ റോഡിൽ നമ്മൾ തമ്പാണ് യൂസ് ചെയ്യുക. 11 ലെസ് 11, 10, 2, 12 ലെസ് 12, 10, 3, 13 ലെസ് 13, 10, 4, 14 ലെസ് 14. ഇതാണ് ഇതിന്റെ ബേസ്. അതായത് 10 plus 1, 11 less 11, 10 plus 2, 12 less 12, 10 plus 3, 13 less 13, 10 plus 4, 14 less 14. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 10ന്റെ ഫിംഗർ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗർ ആണെന്നും വൺസിന്റെ റോഡിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആഡ് ചെയ്യാൻ തമ്പും ലെസ് ചെയ്യാനായിട്ട് ഇൻഡെക്സും യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ 40ലേക്കാണ് പോകുന്നത്. 10, 4, 14. എപ്പോഴും ശ്രദ്ധിക്കണം, വൺസിന്റെ റോഡിൽ ആഡ് ചെയ്യാൻ തമ്പും ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗറുമാണ്. ലെസ് 14, 15 എന്ന് പറയുമ്പോൾ 10, 5 ലെസ് 15, 16 ലെസ് 16, 17 ലെസ് 17. ഓക്കെ, ഈ ടോൺ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. 10, 8 ദാറ്റ് ഈസ് 10 plus 8, 18 ലെസ് 18, 19 ലെസ് 19. ദെൻ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം 2, 10 ദാറ്റ് ഈസ് 20 ലെസ് 20. അപ്പോൾ 21 അങ്ങനെ ആവും 2, 1, 21 ലെസ് 21, 22 ലെസ് 22, 23 ലെസ് 23, 24 ലെസ് 24, 25 ലെസ് 25, 26 ലെസ് 26, 27 ലെസ് 27, 28 ലെസ് 28, 29 ലെസ് 29. 30 എന്ന് പറയുമ്പോൾ 3, 10
less 30, 31, less 31, 32, less 32, 33, less 33, 34, less 34, 35, less 35, 36, less 36, 37, less 37, 38, less 38, 39, less 39, 40, 40, less 40, 41, less 41, 42, less 42, 43, less 43, 44, less 44, 45, less 45, 46, less 46, 47, less 47, 48, less 48, 49, less 49, 50 എന്ന് പറയുമ്പോൾ 49 കഴിഞ്ഞാൽ 50 എന്ന് പറയുമ്പോൾ മിഡിൽ ഫിംഗർ കൊണ്ട് ടെൻസിൻ്റെ റോഡിലെ മുകളിലത്തെ ഒരു ബീഡ് മാത്രം എടുക്കുന്നതാണ് 50, ദാറ്റ് ഈസ് 50. അതേ ഫിംഗർ കൊണ്ട് 50 ലെസ് ചെയ്യും, ലെസ് 50, 51, ലെസ് 51, 52, ലെസ് 52, 53, ലെസ് 53, 54, ലെസ് 54, 55, less 55, 56, less 56, 57, less 57, 58, less 58, 59, less 59, 60. 50യുടെ ഫിംഗർ ഇതാണ്, 10ൻ്റെ ഫിംഗർ ഇതാണ്. ഇതുകൊണ്ട് നമ്മൾ 60 ഈ രീതിയിലാണ് എടുക്കുക. ദാറ്റ് ഈസ് 60. ഓക്കെ, 6, 60, ലെസ് 60. 61 എന്ന് പറയുമ്പോൾ 60 പ്ലസ് 1, less 61, 62, less 62, 63, less 63, 64, less 64, 65, കണ്ടോ, less 65, 66, less 66, 67, less 67, 68, less 68, 69, less 69, 70, 70, less 70, 71, less 71, 72, less 72, 73, less 73, 74, less 74, 75, less 75, 76, less 76, 77, less 77, 78, less 78, 79, less 79, 80. ഇതേപോലെ നമുക്ക് 99 വരെ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് 99 ഇങ്ങനെ വരും, ലെസ് 99. വൺസിൻ്റെ റോഡ് ഒന്നെടുത്തു കഴിഞ്ഞാൽ 1, ടെൻസിൻ്റെ റോഡിൽ ഒന്നെടുത്തു കഴിഞ്ഞാൽ 10. ഇപ്പുറത്തുള്ള ഓറഞ്ച് റോഡാണ് 100. 100ന്ന് ഒരു ബീഡ് മാത്രം എടുക്കാം, 1, 0, 0. അത് ചെയ്യുന്ന ഫിംഗറും നമ്മുടെ ഇൻഡെക്സ് ഫിംഗറാണ്. ലെസ് 100, 200, ലെസ് 200, 300, ലെസ് 300, 400, ലെസ് 400. ദെൻ നമ്മൾ 2 ഡിജിറ്റിൻ്റെ ഫിംഗർ എക്സസൈസ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് 10, 11, ഈ രീതിയിൽ നമ്മൾ 2 ഡിജിറ്റിൻ്റെ 1 തൊട്ട് 100 വരെ കുട്ടികൾക്ക് ഫിംഗർ എക്സസൈസ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പുസ്തകം ഓപ്പൺ ചെയ്യാം. ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പർ 20ലെ ബീഡ് വാല്യൂ എഴുതിപ്പിക്കലാണ് നമ്മളെ ടാസ്ക്. 23, 23, ദെൻ 37. ഈ രീതിയിൽ ബീഡ് വാല്യൂ എഴുതിപ്പിക്കാം. ദെൻ ബീഡ്സ് ഡ്രോ ചെയ്യാൻ പഠിപ്പിക്കാം. 1, 6, 16, 12, 22 ഈ രീതിയിൽ ഡ്രോ ചെയ്യാൻ പഠിപ്പിക്കാം. അതിനുശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് 0 ചെയ്യുന്നു. ഈ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 10, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 10 ചെയ്തു. ദെൻ 50, അതിലേക്ക് 20 ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 80 ആണ് ആൻസർ വരുന്നത്. സെറ്റ് 0 ചെയ്യുന്നു, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 20 ആഡ് ചെയ്യുന്നു. ദെൻ 10, ആൻസർ ഈസ് 40. അടുത്ത ക്വസ്റ്റ്യൻ 60, 20,
10, ആൻസർ ഇസ് 90. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 10, 30, മിഡിൽ ഫിംഗർ കൊണ്ട് 50, ദാറ്റ് ഈസ് 90. 70, 10, 10, ആൻസർ ഇസ് 90.